ആ അരമണിക്കൂർ മുന്നേ ചോദിച്ച ചായ വന്നു. താങ്ക് യു. ഞാൻ ഈ സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുക, വണ്ടിയും ഇല്ല. എന്താ പറ്റിയ? പേഴ്സണലാ. താൻ പറ. മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. എനിക്കൊരു ജോലി കിട്ടിയപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. ഇപ്പോഴും എൻ്റെ കല്യാണം നടത്തി തരാനായിട്ട് കഷ്ടപ്പെടുക. പപ്പയാണെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ല. അപ്പം ഞാനൊരു കണ്ടീഷൻ വെച്ചു. പപ്പയും അമ്മയും ഒന്നിക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അത് നന്നായി, താൻ കൊള്ളാലോടോ. അതൊക്കെ പോട്ടെ, എന്താ മാഷിന്റെ പരിപാടി? എന്ത് പരിപാടി? അല്ല, കല്യാണക്കാരിയൊക്കെ. അതിന് നാട്ടിൽ അതിനെ പറ്റിയ പെണ്ണിനെ കിട്ടണ്ടേ? പെണ്ണിനിപ്പം എന്താ കുറവ്? അതൊക്കെ ഉണ്ട്. പിന്നെ മാഷ് ചുറ്റും നോക്കാത്തോണ്ടാ. കല്യാണമൊന്നും കഴിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ലെന്ന് ഞാനിപ്പോൾ. ബൈക്ക് പോയ പിന്നെ ജീവിതത്തിലുള്ള സന്തോഷമൊക്കെ പോയി. പിന്നെ എനിക്ക് രാജുവിനോടൊരു കാര്യം ചോദിക്കാനായിട്ട്. ആ സുരേഷ്. ആ രാജു, ഒരുത്തനെ പോലീസ് നോക്കിയിട്ടുണ്ട്. ആണോ? 5-6 ബൈക്കും 2 ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ട് വാ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവുന്നു. ഓക്കെ. അതെ, അവിടെ പോലീസുകാർ കുറച്ച് ബൈക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ എൻ്റെ വണ്ടി ഉണ്ടാവും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. പോയിട്ട് വരാം. സുരേഷേട്ടാ. ആ രാജു, എൻ്റെ വണ്ടി കിട്ടി. ആ, ഇതാ വണ്ടി. അവന്മാർ മൊത്തം നാശാക്കി കളഞ്ഞു. ആണല്ലേ? എന്നാലും കിട്ടിയല്ലോ. ബുള്ളറ്റ് ആടേതാ? ഇതല്ല അല്ലേ? അല്ലപ്പാ. സുരേഷേ, സാർ. നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. ഒന്ന് വേഗം വാടോ, വണ്ടി കിട്ടിയതിന് ചെലവ് ചെയ്യണം കേട്ടോ. ഹലോ രാജു, ഞാൻ കട്ടപ്പനയിൽ നിന്ന് ജോർജാ. ആ ജോർജേട്ടാ. നമ്മുടെ വർക്കിച്ചായൻ പോയടാ. നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. ഇന്നലെയായിരുന്നു അടക്കം. ജോർജേട്ടാ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മച്ചിയെ പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന്. അപ്പച്ചൻ പോയതിനു ശേഷം കൂടെ നിർത്തി പണി പഠിപ്പിച്ച് ഒരായുസ് കൊണ്ടുണ്ടാക്കിയ ഷോപ്പ് എന്നെ ഏൽപ്പിച്ച് പോയതാ. മെച്ചപ്പെട്ടൊരു ജീവിതം എന്ന ആശാന. എന്നെക്കൊണ്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ആശാൻ അങ്ങ് പോയി. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്നില്ലാതാവുമ്പോഴുള്ള വേദന. എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ട് പോവാണല്ലോ എൻ്റെ. എന്താ ഇവിടെ ബൈക്ക് മോഡിഫൈ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട് ചേട്ടാ, എൻ്റെ ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇതിപ്പോൾ നല്ല ഗംഭീര ലുക്കിലാണല്ലോ. അല്ല, ഇങ്ങനെ ചെയ്യണം. 76 മോഡലാണ്. അതെ, ചെയ്യാം, പക്ഷേ സമയമെടുക്കും. എനിക്ക് പെട്ടെന്ന് കിട്ടണം. പൈസ എത്രയായാലും കുഴപ്പമില്ല. ചേട്ടാ, ഇത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളിവിടെ ഇല്ല. പുള്ളി ടൗണിൽ പോയേക്കുക. പുള്ളി വന്നാലേ ഇത് എപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാനൊക്കെ ഉള്ളൂ. വരട്ടെ,
ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. ഏ എടാ അത് കുത്തി കളിച്ചോണ്ടിരിക്കാതെ വണ്ടി ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. മഹേന്ദ്രേട്ടാ, ഈ വണ്ടി അടിച്ചു മാറ്റിയതാ. നമ്പർ നോക്കിയേ. ദാ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, നോക്കി. എവിടെ നമ്പർ പറഞ്ഞേ? നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. രാജു ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ട് അമ്മച്ചി ആകെ വിഷമത്തില. കഴിഞ്ഞത് കഴിഞ്ഞു. വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. സമാധാനിക്ക്. എന്ത് സമാധാനം? ഞാനിതിനിടെ പപ്പയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഇഷ്ടവും തീരുമാനമൊക്കെ തുറന്നു പറഞ്ഞു. ഹലോ, രാജു ജോസഫ് അല്ലേ? അതെ. നിങ്ങളുടെ വണ്ടി മിസ്സിംഗ് ആണോ? ആ. ഞാൻ ഈ കുടിയാമല ശക്തി വർക്ക്ഷോപ്പിൽ നിന്ന് വിളിക്കുക. നിങ്ങളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? പെട്ടെന്ന് വന്ന ആളെ കൈയോടെ പിടിക്കാം. അവനെ വിടരുതേ, ഞാനത് വരുന്നു. വരുന്നുണ്ടാ പോരും. എന്തായി മഹേന്ദ്രേട്ടാ? എടാ അവിടെ പറഞ്ഞിട്ടുണ്ടോ അമ്മമാരോട്? അമ്മമാരിപ്പോൾ ഉടനെ വരും. നീ പോ പണിയിട്, പോക്കോ. ഹലോ, പോലെ അവിടേക്ക് പോലെ നിക്ക്, പറയുന്ന കേക്ക്. എന്റെ പൊന്നേട്ടത് ആളിതാ ഇപ്പൊ വരും. ആളിതാ വന്നോണ്ടിരിക്കാന്ന്. എന്തു മനുഷ്യനെങ്ങനെ?
അത് മാഷിന്റെ മോനാടാ. നിന്റെ വണ്ടി കിട്ടിയില്ലേ? കൊണ്ടുവയ്ക്കോ. അച്ഛാ എനിക്ക് എൻ്റെ ബൈക്ക് വേണം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. വാ ഇങ്ങോട്ട്. നടക്ക്. എനിക്കൊന്ന് വേണം വാ അച്ഛാ. ഇങ്ങോട്ട്. നീ കരുതുന്ന പോലെ അവനൊരു കള്ളനല്ല. ഈ ബൈക്കുമായിട്ട് അവനൊരു ആത്മബന്ധമുണ്ട്. ഹരിക്കുട്ടാ, നേരെ നോക്ക്, നേരെ. ഭാനു, എന്താ വന്നേ. എന്താ? നിന്റെ അച്ഛൻ ഈ പട്ടാളത്തിലെ മേജറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെന്താ? പഞ്ചാബിൽ നിന്ന് ഒരു ബൈക്കും കൊണ്ടുവന്നിരിക്കുന്നു. അതിനെന്താ? എടി, ഒന്നാമത് അവന് കാഴ്ച കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഈ ബൈക്കൊന്നും ഓടിച്ച് പഠിക്കാനുള്ള പ്രായമായിട്ടില്ലെന്ന് അവന്. ഈ അസുഖം മനസ്സിലായി. സദാനന്ദ, ഞാൻ ഇറങ്ങുക. പോട്ടെ മോളെ. മോനെ, അപ്പൂപ്പൻ പോവുക. അപ്പൂപ്പൻ പോവണ്ട. പോകാണ്ടിരിക്കാൻ പറ്റുമോ? മോൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ മുത്തശ്ശേരിന്ന് അമ്മ ബൈക്ക് വാങ്ങിച്ചേരാം. കൊച്ചുകുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ കൊടുക്കല്ലേ ടീച്ചറെ. അവന്റെ ആഗ്രഹം പോലെ തന്നെ മുത്തശ്ശൻ ആ ബൈക്ക് അവന് കൊടുത്തു. അമ്മേ, അച്ഛനോട് ചോദിക്കൂ. ഞാൻ പറഞ്ഞു നോക്കട്ടെ, നിക്ക്. വേഗം. പക്ഷേ ഹരിക്കുട്ടി ഇന്ന് കോളേജിൽ ആർട്സ് ഡേ അല്ലേ? അതിന് അവനൊരാഗ്രഹം. അവന് കുറച്ചിടത്തേക്ക് ആ വണ്ടി ഒന്ന് കൊടുത്തേക്ക്. ഭാനു, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ലൈസൻസ് ഇല്ലാത്തവന് വണ്ടി കൊടുക്കാൻ ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടോ. അവന്റെ ഒരു ഇഷ്ടല്ലേ മാഷേ? ഇഷ്ടം ഇതിനൊക്കെ നിന്റെ അച്ഛനെ പറഞ്ഞേച്ചാ മതി. അതിന് എന്റെ അച്ഛനെ പറയണെന്തിനാ? ഹരിക്കുട്ടിന് വണ്ടിയോടുള്ള സ്നേഹം കണ്ടിട്ടല്ലേ എന്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടത്തോടെ കൊണ്ടുനടന്ന വണ്ടി അവന് കൊടുത്തത്. അതിനാ കുഴപ്പം. എടി, ഈ സോഡാ കുപ്പി കണ്ണടയും വെച്ച് കാഴ്ചക്കുറവുള്ള അവന് ലൈസൻസ് കിട്ടുകയില്ല എന്ന് RT ഓഫീസിൽ നിന്ന് പറഞ്ഞതല്ലേ? അത് നിനക്കും അറിയാമല്ലോ. കാഴ്ചക്കുറവ് എന്റെ പാരമ്പര്യമൊന്നും അല്ലല്ലോ. പാരമ്പര്യത്തെ കുറിച്ചൊന്നും ടീച്ചർ തർക്കിക്കാൻ നിൽക്കണ്ട. ലൈസൻസ് ഇല്ലാത്തവന് വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് നിയമവിരുദ്ധമാണ്, അപകടവുമാണ്. ടീച്ചറാണത്രേ.